എത്ര പെട്ടെന്നാണ് ഒരു ആൾ ഉയർന്നു വരുന്നത്, അതിനേക്കാൾ പെട്ടെന്ന് താഴേക്ക് പോകുന്നത്. എത്ര മോശമാണ് നമ്മുടെ സംവിധാനങ്ങളൊക്കെ. വേടൻ എന്ന് പറയുന്ന ഒരു കൊച്ചു ചെറുപ്പക്കാരൻ, ഒരു കുട്ടിയുടെ പ്രായമുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനായ യുവാവ് വലിയ തോതിലാണ് റാപ്പ് സംഗീതത്തിലൂടെ കേരളത്തിൻ്റെയും ലോകത്തിൻ്റെയും ഹൃദയം ഏറ്റുവാങ്ങിയത്. വലിയ രീതിയിലാണ് അദ്ദേഹത്തിന് അപ്ലാസ് കിട്ടിയത്. എവിടെ ചെന്നാലും ആയിരക്കണക്കിന് ആളുകൾ, കുട്ടികൾ, മുതിർന്നവർ വലിയ തോതിലാണ് അദ്ദേഹത്തിന് കിട്ടിയത്. കാരണം അദ്ദേഹം പറയുന്നതിനകത്തൊരു സോഷ്യൽ ഇലമെൻ്റ് കൂടെയുണ്ട്. സാധാരണ റാപ്പ് സംഗീതം പോലെ അല്ല. കാരണം അതിനകത്തൊരു പഴയ കാലത്തിൻ്റെ ഒരു 200 വർഷക്കാലത്തിന് മുമ്പ് ഇവിടെ കേരളത്തിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ അനുഭവിച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾ, ദളിത്, ആദിവാസി, പിന്നോക്ക വിഭാഗങ്ങൾ അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടിൻ്റെ ഒരു കഥ ഉണ്ട്. അത് സത്യവുമായിരുന്നു. ഇപ്പോഴും വളരെ ചെറിയ തോതിലെങ്കിലും ജാതിയും മതവും ഒക്കെ എല്ലായിടത്തും കിടപ്പുണ്ട്. മതവും മതപരിവർത്തനവും മതം മാറ്റലും ഒക്കെ ഉണ്ട് ഇവിടെ. അതുണ്ട്, ഇല്ല എന്ന് നമ്മൾ എത്ര കഴിഞ്ഞ് ഒളിച്ചു വെച്ചാലും അതെല്ലാം ഇവിടെ ഉണ്ട്. പേരിൽ പോലും ജാതിയുള്ളൊരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. ജാതി ഉണ്ട് ഇവിടെ. വിവാഹവും മരണം, ഒരുപാട് കാര്യങ്ങളിൽ ജാതി ഉണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു സമൂഹത്തിൽ വളരെ കൃത്യമായി വേടനെ പോലൊരാൾ ഉയർന്നു വന്നു. നമ്മുടെ ചെറുപ്പക്കാരും കുട്ടികളും ന്യൂജൻ പിള്ളേരും വല്ലാതെ കൈയടിച്ച് ഫോളോവേഴ്സായി. പക്ഷേ എന്താണിപ്പോൾ സംഭവം? ഇയാൾ ആദർക്കാണ് മാതൃക. ഇയാളെക്കുറിച്ച് ആദ്യം വന്ന കേസെന്ന് പറയുന്നത് പുലിപ്പല്ല്, പുലി നഖം എടുത്തുകൊണ്ട് വന്ന്, പുലിപ്പല്ലും പുലിനഖമൊക്കെ എടുത്തുകൊണ്ട് വന്ന് അത് ലോക്കറ്റാക്കി. പോട്ടെ, അതിപ്പോൾ സുരേഷ് ഗോപി അടക്കമുള്ള ഒരുപാട് സീരിയൽ നടന്മാരും സിനിമാ നടന്മാരും ഒക്കെ പലരെന്ന് വാങ്ങിയൊക്കെ എടുക്കും. മാത്രമല്ല ഈ ലാടക്കാരെന്ന് പറയുന്നൊരു വിഭാഗം തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ ഇവിടെ വരും. അവർ ഈ പല അമ്പല സ്ഥലത്തൊക്കെ ഇരിക്കും. അവരെ കയ്യിൽ ഈ പുലിപ്പല്ലും പുലിനഖവും ഒക്കെ ഉണ്ട്. അവരെ ഒന്നും വാങ്ങാൻ പറ്റില്ല, ലോക്കറ്റ് പോലെ. അപ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞാൽ അവരൊക്കെ ഇതുപോലെ മോഷ്ടിച്ചുകൊണ്ട് വരുന്നതായിരിക്കും. പക്ഷേ അത് കിട്ടുന്നതാണ് രഹസ്യമായിട്ടെങ്കിലും. അത് ഇട്ടു. അതൊരു വശത്ത് പ്രശ്നം. ഗഞ്ചാവ് കയ്യിൽ വെച്ചിരുന്നു എന്നുള്ളൊരു പ്രശ്നം. ഇതെല്ലാം നോക്കൂ, ഇതെല്ലാം അധമ പ്രവർത്തനങ്ങളാണ്, വളരെ മോശം പ്രവർത്തനങ്ങളാണ്. മൂന്നാമത് ഇപ്പോൾ ഇതാ അതിനേക്കാൾ അതീവ ഗുരുതരമായൊരു വിഷയമാണ്. എന്താണ് വിഷയം? പെൺകുട്ടികൾ, തൻ്റെ പാട്ടിനെ സ്നേഹിക്കുന്ന, പാട്ടിനോട് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളെ അവിഹിത മാർഗത്തിന് ക്ഷണിക്കുക. ഒന്നിലധികം പേർ ഇപ്പോഴിതാ പരാതിയുമായി വന്നിരിക്കുന്നു. വേടൻ കൊണ്ട് ഹൈക്കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തു. അത് ഹൈക്കോടതി ജാമ്യത്തിന് വേണ്ടി മുൻകൂർ ജാമ്യത്തിന് കൊടുത്തപ്പോൾ അത് മാറ്റിവെച്ചിരിക്കുന്നു. അതിനിടയിൽ തൃക്കാക്കര പോലീസ് പല തലത്തിലുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. 5 പ്രാവശ്യമാണ് ഒരു യുവ ഡോക്ടറെ, നിങ്ങളത് മനസ്സിലാക്കണം, വേടൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയോ വേടൻ്റെ രീതികളോ അനുസരിച്ച്, ഇനി സമുദായം തന്നെ നമുക്ക് പറയാം, സമുദായികം അനുസരിച്ച് കിട്ടുമോ, ഒരു ഡോക്ടറെ കയ്യിൽ കിട്ടുമോ കൂടെ കിടക്കാനും അതുപോലെ തന്നെ ശാരീരിക ബന്ധത്തിനും ലൈംഗിക ബന്ധത്തിനും ഡോക്ടറെ കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല. പക്ഷേ എങ്ങനെ കിട്ടി? ഇദ്ദേഹം ഒരു കലാകാരനായതുകൊണ്ടാണ് കിട്ടിയത്. ഇദ്ദേഹത്തിൻ്റെ കലയാണ് ആ ഡോക്ടർ സ്നേഹിച്ചത്. അപ്പോൾ ആ ഡോക്ടറിൻ്റെ മനസ്സിനെ ആദ്യം വശീകരിച്ചു. കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞു. ഒരു കലാകാരനെ, ഒരു സംഗീതജ്ഞനെ, ഒരു റാപ്പ് സംഗീതക്കാരനെ കല്യാണം കഴിക്കുന്നത് അഭിമാനമാണെന്ന് കരുതിയ ആ യുവ ഡോക്ടറെയാണ് വഞ്ചിച്ചിരിക്കുന്നത്. അങ്ങനെ വഞ്ചിച്ച് 5 പ്രാവശ്യം വിളിച്ചു ലൈംഗികമായി ബന്ധപ്പെട്ട് അതിനുശേഷം 30,000 രൂപ വാങ്ങി അവസാനം റേപ്പ് ചെയ്തിട്ട് കരിമ്പിൻ ചണ്ട് പോലെ വലിച്ചെറിയാൻ തീരുമാനിച്ചത് മാത്രമല്ല, ഇത് പുറത്ത് പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് പറയുന്ന ഭീഷണിപ്പെടുത്തൽ മാത്രമല്ല, കഴിഞ്ഞ ദിവസം ആ ഡോക്ടറുടെ ഫ്ലാറ്റിൽ പോയി ഭീഷണിപ്പെടുത്തൽ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇതാർക്കാണ് മാതൃക? ഇദ്ദേഹം ഒരു കാലഘട്ടത്തിലെ നവോത്ഥാന നായകനാണെന്നും അയ്യങ്കാളിയുടെ അവിടെ വിളിച്ച്, വെങ്ങാനൂരിലെ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ വിളിച്ച് അയ്യങ്കാളി പുരസ്കാരം കൊടുത്തു. അയ്യങ്കാളി എവിടെ കിടക്കുന്നു? ഈ വേടൻ എവിടെ കിടക്കുന്നു? അയ്യങ്കാളിയെയും അംബേദ്കറിനെയും പോലെയുള്ള മഹാരഥന്മാർ, രാജാക്കന്മാരെ പോലെ വാണിരുന്ന മഹാരഥന്മാരായ സാമൂഹ്യ നവോത്ഥാന നായകർ ഉഴുതുമറിച്ച മണ്ണിൽ, പൊയ്കയിൽ അപ്പച്ചനെ പോലെയുള്ളവർ ഉഴുതുമറിച്ച മണ്ണിൽ അവരെഴുതിയ പാട്ടുകളെടുത്ത് കേവലം പണത്തിന് വേണ്ടി മാത്രം കുറേ പ്രവർത്തനങ്ങളും പാട്ടുമൊക്കെ നടത്തിയ ഒരു ചെറുപ്പക്കാരൻ ഇന്നിതാ മദ്യത്തിന്, മയക്കുമരുന്നിന്, പുലിപ്പല്ല് ൻ്റെ കേസിൽ അല്ലെങ്കിൽ പുലിനഖത്തിൻ്റെ കേസിൽ, ഇപ്പോഴിതാ പെണ്ണു കേസിൽ പെട്ടിട്ട് കിടക്കുകയാണ്. എന്താണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത്? വളരെ കഷ്ടമാണ്. നമ്മുടെ ചെറുപ്പക്കാരികളെ നിങ്ങൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത്? ഇനി നിങ്ങൾ തൊപ്പിമാരെ ഫോളോ ചെയ്യുമ്പോൾ, വേടന്മാരെ ഫോളോ ചെയ്യുമ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക. അതിനുശേഷം മാത്രം ഫോളോ ചെയ്യുക.